തിരുവല്ല MLA മാത്യു ടി തോമസും ജനതാദൾ സെക്യുലർ നേതാവായിട്ടുള്ള ജോസ് തെറ്റയിലും JDS വിടാൻ ഒരുങ്ങുകയാണ്. JDSനെ സംഘപരിവാറിൻ്റെ തൊഴുത്തിൽ കെട്ടിയിരിക്കുന്ന സ്ഥിതിക്ക് ഇനി സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും എല്ലാ തരത്തിലും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പിണറായി വിജയൻ സംഘപരിവാറിൻ്റെ ഏജൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി ഇടതുപക്ഷത്ത് നിന്നിട്ട് ധാർമ്മികപരമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. കൃത്യമായും ഇടതുപക്ഷ നേതാക്കൾ ഇപ്പോൾ കൂരിരുട്ടിലാണ്. പിണറായി വിജയനെ അനുസരിച്ചില്ലെങ്കിൽ മുന്നണിയിൽ നിന്ന് തന്നെ പോകേണ്ടി വരും. അതിനേക്കാൾ ഭേദം അന്തസ്സായി രാജിവെക്കുക എന്നുള്ള നീക്കമാണ്. നിലവിൽ JDSൻ്റെ MLAമാർ കൃഷ്ണൻകുട്ടി എന്ന ചിറ്റൂർ MLAയും അദ്ദേഹം നിലവിൽ മന്ത്രിയാണ്. അദ്ദേഹവും മാത്യു ടി തോമസ് എന്ന തിരുവല്ല MLAയുമാണ്. ഇതിനകത്ത് മാത്യു ടി തോമസിനായിരുന്നു മന്ത്രിസ്ഥാനം കിട്ടാനുള്ള എല്ലാ അർഹതയും ഉണ്ടായിരുന്നതെങ്കിലും കൃഷ്ണൻകുട്ടിക്ക് വേണ്ടിയായിരുന്നു പിണറായി വിജയൻ വാദിച്ചത്. വാസ്തവത്തിൽ സഖ്യകക്ഷികളിൽ ആര് മന്ത്രിയാവണം എന്ന് പോലും തീരുമാനിക്കുന്നത് പിണറായി വിജയൻ എന്ന ഏകാധിപതിയാണ്. വാസ്തവത്തിൽ അങ്ങനെ ഒരു കീഴ്വഴക്കം മുന്നണി മര്യാദയുടെ ഭാഗം പോലുമല്ല. കാരണം ആ മുന്നണിയുടെ നേതാവാണ് തീരുമാനിക്കേണ്ടത് തങ്ങളിൽ ആരെയാണ് മന്ത്രിയാക്കേണ്ടത് എന്നത്. ഇപ്പോൾ നടക്കുന്ന എല്ലാ രീതിയിലുള്ള നീക്കങ്ങളും മുഖ്യമന്ത്രി അറിയാതെ നടത്താൻ കഴിയാത്ത അവസ്ഥയാണ്. ക്യാബിനറ്റിൽ ആര് വേണം ആര് വേണ്ട എന്ന് അന്തിമമായ തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രിയാണ്. ഒരു മന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ഒരു രീതിയിലുള്ള അവകാശവും സഖ്യകക്ഷികൾക്ക് കൊടുത്തിട്ടില്ല. എന്തിനാണ് ഞാൻ പറയുന്നത്? CPIക്ക് പോലും കൊടുത്തിട്ടില്ല. CPIയിൽ ആരെ മന്ത്രിയാക്കണം എന്ന് തീരുമാനിക്കുന്ന പോലും CPIM ആണ് എന്ന് വ്യക്തമാക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ജോസ് തെറ്റയിലും മാത്യു ടി തോമസും JDS വിടാൻ ഒരുങ്ങുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുവരും കൃത്യമായും രാഷ്ട്രീയപരമായി കോൺഗ്രസിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും തിരുവല്ലയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മാത്യു ടി തോമസ് മത്സരിക്കുകയാണെങ്കിൽ വിജയമുറപ്പാണ്. കാരണം തിരുവല്ലയിൽ അദ്ദേഹത്തിനെ കവിഞ്ഞേ ഉള്ളൂ മറ്റ് രാഷ്ട്രീയപരമായ നീക്കങ്ങളെല്ലാം തന്നെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2014 ജോസ് കെ മാണിയോട് പരാജയപ്പെട്ടിരുന്നു എങ്കിലും തിരുവല്ലയെ സംബന്ധിച്ചിടത്തോളം മാത്യു ടി തോമസ് അല്ലാതെ മറ്റാരും അവസാന വാക്കായി പറയാൻ പോലും കഴിയില്ല. അവിടെ കേരള കോൺഗ്രസ് M മത്സരിച്ചാലും ഇല്ലെങ്കിലും കേരള കോൺഗ്രസ് Mനിപ്പോൾ പത്തനംതിട്ടയിൽ വേരോട്ടം ഒന്നും തന്നെയില്ല. വാസ്തവത്തിൽ റാന്നി മണ്ഡലം രാജു എബ്രഹാമിൽ നിന്നും പിടിച്ചു വാങ്ങി പ്രമോദ് നാരായൺ എന്ന കേരള കോൺഗ്രസ് Mകാരന് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഭൂരിപക്ഷം തന്നെ വർദ്ധിപ്പിച്ചനെ എന്നുള്ളതാണ് വാസ്തവം. അത്തരത്തിൽ ചതിയിലൂടെ മർക്കടമുഷ്ടിയിലൂടെ എല്ലാ രീതിയിലും തന്നിഷ്ടം നടത്താനാണ് പിണറായി വിജയനും കൂട്ടരും ശ്രമിക്കുന്നത്. ഇത് കണ്ടു നിന്ന് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്യു ടി തോമസും ജോസ് തെറ്റയിലും പറഞ്ഞിരിക്കുകയാണ്. ജോസ് തെറ്റയിൽ മുൻപ് അങ്കമാലി MLA ആയിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ അങ്കമാലി കോൺഗ്രസിൻ്റെ കയ്യിലാണ്. റോജി M ജോണാണ് അവിടുത്തെ ജനകീയനായ MLA. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ JDSൽ നിന്നും വിട്ടുവരുന്നവർക്ക് കോൺഗ്രസിലേക്ക് സ്വാഗതം എന്ന് തന്നെയാണ് കൃത്യമായും KPCC അധ്യക്ഷൻ K. സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്.